സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഉഷ മോഹൻകുമാർ. പ്രധാന വാർത്തകൾ. ജില്ലയിൽ ഭവന പദ്ധതികളുടെ നിർമ്മാണം നിലച്ചിട്ട് 6 മാസം പിന്നിടുന്നു. ഇന്ന് കർക്കടക വാവ്. പിതൃക്കളുടെ മോക്ഷത്തിനായി ബലിതർപ്പണം നടത്തി ഹിന്ദുമത വിശ്വാസികൾ. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും വനപരിപാലനത്തിനും ആദിവാസി സമൂഹത്തെ ഉപയോഗപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വ്യാജ ഐഡിയിലൂടെ പണം തട്ടുന്ന സംഘങ്ങൾ വ്യാപകമാവുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ ഭവന പദ്ധതികളുടെ നിർമ്മാണം നിലച്ചിട്ട് 6 മാസം പിന്നിടുന്നു. പഞ്ചായത്തുകളുടെ വിഹിതമായ 3ഉം 4ഉം ഗഡുക്കൾ ലഭിക്കാത്തതാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണം. ലൈഫ് മിഷന്റെയും PMAYയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും വിഹിതമായ 3, 4 ഗഡുക്കൾ ലഭിക്കാത്തതാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണമായത്. വയോധികരും രോഗികളുമായ നിരവധി ഗുണഭോക്താക്കളാണ് വീട് നിർമ്മാണം നിലച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ലൈഫിനും PMAYക്കും ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമാണ് നിലവിൽ. ഭവനരഹിതരും ദരിദ്രരുമായ അനേക ആളുകൾക്ക് പ്രതീക്ഷയായ ഭവന നിർമ്മാണ പദ്ധതികളെല്ലാം നിലച്ചിട്ട് 6 മാസത്തിലേറെയായി. 2ാം ഗഡു വരെയുള്ള ധനസഹായം ലഭിച്ചെങ്കിലും സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും വിഹിതമായ 3ഉം 4ഉം ഗഡുക്കൾ ലഭിക്കാത്തതാണ് ഇതിന് പ്രധാന കാരണം. ഇതോടെ നിർമ്മാണം പാതിയെത്തിയ വീടിന് പുറത്ത് ഭവനരഹിതരായി കഴിയുകയാണ് വയോധികരും രോഗികളുമായ പദ്ധതിയുടെ 100 കണക്കിന് വരുന്ന ഗുണഭോക്താക്കൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പേ നൽകേണ്ട 3ാം ഗഡു ധനസഹായം ഇതുവരെയും വിതരണം ചെയ്തിട്ടില്ല. ത്രിതല പഞ്ചായത്തുകളുടെ വിഹിതം ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്ന് അധികൃതർ പറയുന്നു. പ്ലാൻ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചു നൽകാൻ ഇനിയും ആഴ്ചകൾ എടുത്തേക്കും. ഇതും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വിവിധ ഗഡുക്കളായി ആകെ വിതരണം ചെയ്യുന്ന 4 ലക്ഷം രൂപയിലാണ് ഭവന നിർമ്മാണ പദ്ധതികൾക്കുള്ള വീടുകൾ പൂർത്തീകരിക്കേണ്ടത്. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും വിലയിരുത്തിയാണ് തുക അനുവദിക്കുക. എന്നാൽ നിർമ്മാണ സാമഗ്രികളുടെ വില കുത്തനെ ഉയർന്നതോടെ ഈ തുക അപര്യാപ്തമാണെന്നതാണ് ഗുണഭോക്താക്കൾ പറയുന്നത്. കോൺക്രീറ്റ് ചെയ്ത് പൂർത്തിയാക്കേണ്ട വീടുകൾ നിർമ്മിക്കണമെങ്കിൽ അതിദരിദ്രരായ ഗുണഭോക്താക്കൾ കടം വാങ്ങേണ്ടി വരും. ഭൂരിഭാഗം ആളുകളും ഉയർന്ന മേഖലകളിലായതിനാൽ ഗതാഗത ചെലവുൾപ്പെടെ താരതമ്യേന കൂടുകയാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. ഇന്ന് കർക്കടക വാവ്. പിതൃതർപ്പണം നടത്തി 10,000-ങ്ങൾ. രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും ഇത്തവണ പിതൃതർപ്പണത്തിനെത്തിയത് 5000-ത്തോളം ആളുകളാണ്. ക്ഷേത്രം മേൽശാന്തി സതീഷ് ശാന്തികൾ മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു. കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് കർക്കിടക വാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ഹിന്ദുമത വിശ്വാസികൾ ആചരിക്കുന്നത്. ഈ ദിവസം പിതൃബലിക്കും ദർപ്പണത്തിനും പ്രസിദ്ധമാണ്. അന്ന് ബലിയിടുമ്പോൾ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസം എന്നാണ് വിശ്വാസം. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രസിദ്ധമുള്ളതായി കരുതുന്നത്. തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് മരിച്ചു മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിയോടെയാണ് പിതൃതർപ്പണം നടത്തുന്നത്. പ്രധാനമായും കടൽത്തീരങ്ങൾ, നദികളുടെ കടവുകൾ എന്നിവിടങ്ങളിലാണ് ചടങ്ങുകൾ നടക്കാറുള്ളത്. ഇതോടൊപ്പം ക്ഷേത്രങ്ങളിലും പിതൃതർപ്പണം നടന്നു വരുന്നുണ്ട്. ഹൈറേഞ്ചിൽ ഏറെ പ്രാധാന്യത്തോടെ കർക്കിടക വാവുബലി നടത്തപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാജാക്കാട് പശ്ചിമ കൈലാസനാഥ ശ്രീ മഹാദേവർ ക്ഷേത്രം. ഇത്തവണയും ഇവിടെ ബലിതർപ്പണത്തിന് എത്തിയത് ആയിരക്കണക്കിന് വിശ്വാസികളാണ്. നമ്മുടെ ക്ഷേത്രത്തിന്റെ നല്ലൊരാളായ സതീശാന്തിയുടെ നേതൃത്വത്തിൽ കർമ്മങ്ങളെല്ലാം നടന്നു വരുന്നു. അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം തലേ ദിവസം തന്നെ ക്ഷേത്ര ഭരണസമിതി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 10,000 ഭക്തജനങ്ങൾ നമ്മുടെ രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായിട്ട് എത്താറുണ്ട്. അവർക്ക് വേണ്ട വിപുലമായ സൗകര്യങ്ങളെല്ലാം നമ്മുടെ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ രാവിലത്തെ പ്രഭാത ഭക്ഷണവും നമ്മൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്.
ബലിതർപ്പണത്തിന് കാലേക്കൂട്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. കൂടാതെ ബലിതർപ്പണം നടത്താനെത്തുന്ന മുഴുവൻ വിശ്വാസികൾക്കും പ്രഭാത ഭക്ഷണവും ക്രമീകരിച്ചിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി സതീഷ് ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് സാബു വാവലക്കാട്ട്, വൈസ് പ്രസിഡന്റ് VS ബിജു, സെക്രട്ടറി KP സജീവ് എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. അടിമാലി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. പിതൃക്കളുടെ സ്മരണയിൽ ബലിതർപ്പണ ചടങ്ങുകൾക്കായി വിശ്വാസികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടത് അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ. ക്ഷേത്രം മേൽശാന്തി പ്രശാന്ത് ഗോപാൽ ശാന്തിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. അടിമാലി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവു ബലിതർപ്പണ ചടങ്ങ് നടന്നു. പിതൃക്കളുടെ സ്മരണയിൽ ബലിതർപ്പണ ചടങ്ങുകൾക്കായി വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. അടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ക്ഷേത്രം മേൽശാന്തി പ്രശാന്ത് ഗോപാൽ ശാന്തിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. പിതൃതർപ്പണ ചടങ്ങുകൾക്കായി വേണ്ടുന്ന വിപുലമായ ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. ഏകദേശം 2500ഓളം ഭക്തർക്ക് ബലിതർപ്പണത്തിനായി ക്ഷേത്രത്തിലെത്തി. അടിമാലിയുടെ സമീപ മേഖലകളിലെ ക്ഷേത്രങ്ങളിലും പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വലിയ തിരക്ക് അനുഭവപ്പെട്ടു. കർക്കിടക വാവിന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നതാണ് വിശ്വാസം. തലേദിവസം വ്രതമെടുത്ത് ഈറനണിഞ്ഞു മരിച്ചു മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച ഭക്തി പുരസരം ബലിയിടും. എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുന്നത്. അടിമാലി മേഖലയിലെ മുനീറ മഹാദേവ ക്ഷേത്രം, 1000 ഏക്കർ കൈവല്യാനന്ദപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, മാങ്കടവ് ദേവീക്ഷേത്രം, തോണിപ്പാറ ധർമ്മശാസ്ത്ര ക്ഷേത്രം, ചാറ്റുപാറ ദേവീക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. സിറ്റി വിഷൻ, അടിമാലി. ആദിവാസി സമൂഹത്തോളം കാടിനെ അറിയുന്ന മറ്റാരുമില്ലെന്നും ഈ അറിവ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും വനപരിപാലനത്തിനും ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. മുടങ്ങിപ്പോയ ടൈഗർ മ്യൂസിയം പുനരുദ്ധീകരിക്കുന്നതിന് 20 കോടി ഉൾപ്പെടെ കുമളി ഇക്കോ ടൂറിസം വികസനത്തിന് 50 കോടിയുടെ പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. ആദിവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കാണുന്നതിനായി വനം വകുപ്പ് ആവിഷ്കരിച്ച ഊരുണർവ് പദ്ധതിയുടെ ഭാഗമായി മന്നാൻ, പളിയ ഊരുകളിലെ നിവാസികളുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു മന്ത്രി. ടൂറിസവുമായി ബന്ധപ്പെടുത്തി ആദിവാസി സമൂഹത്തിന് കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്ന വിധത്തിലായിരിക്കും പദ്ധതി ആവിഷ്കരിക്കുക. പരമ്പരാഗത അറിവുകൾ ആദിവാസി സമൂഹത്തിൽ നിന്ന് തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇവ ഡോക്യുമെന്റ് ചെയ്യപ്പെടണം. വനവുമായും വനം വകുപ്പിന്റെ ഇക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആദിവാസി സമൂഹത്തിലെ യുവജനങ്ങൾക്ക് തൊഴിൽ ഉറപ്പാക്കും. ഓരോ ഊരും സന്ദർശിച്ച വ്യത്യസ്തമായ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം തേടുക എന്നതാണ് സർക്കാർ നയം. മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള വൈൽഡ് ലൈഫ് ബോർഡിൽ ആദ്യമായി ആദിവാസി സമൂഹത്തിൽ നിന്ന് മന്നാൻ സമൂഹത്തിലെ രാജാവ് രാമൻ രാജമന്നാൻ, നിലമ്പൂർ ചോലനായിക്കുന്നൂർ സമൂഹത്തിലെ വിനോദ് എന്നിവരെ ഉൾപ്പെടുത്തിയ വിവരവും മന്ത്രി വ്യക്തമാക്കി. നമ്മൾ ഈ പുറത്ത് താമസിക്കുന്നവര് അല്ല ഇതെങ്ങനെയാണ് വനത്തിൽ ജീവിക്കേണ്ടത്, വനം സംരക്ഷിക്കേണ്ടത് നമ്മളെക്കാൾ നല്ലതുപോലെ പറയാൻ അറിയാവുന്നത് ഈ ഗോത്ര വിഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വൈൽഡ് ലൈഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈൽഡ് ലൈഫ് ബോർഡിലേക്ക് ഗോത്ര വിഭാഗങ്ങളുടെ 2 പ്രതിനിധികൾ, ഇവിടെ ഇവരുടെ മന്നാൻ വിഭാഗത്തിന്റെ രാജാവിനെ ഒരു പ്രതിനിധിയായിട്ട് എടുക്കുന്നു, ചോലനായിക്കരുടെ ഭാഗത്തു നിന്ന് PhD ചെയ്യുന്ന ഒരു വിനോദം കൊണ്ട് ചെറുപ്പക്കാരാണ്. ഈ 2 പേരെയും വൈൽഡ് ലൈഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പക്ഷേ ഈ 2ാമത്തെ സ്ഥലമായി ഇന്ന് എത്തിയ ഉടനെ ആദ്യത്തെ സന്ദർശനം കഴിഞ്ഞപ്പോൾ ചോലനായിക്കരുടെ ആവശ്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ പെരിയാറിൽ വരുമ്പോൾ ഇവിടുത്തെ ഗോത്ര വിഭാഗങ്ങൾ. ഊരുകളിൽ ചിലയിടങ്ങളിൽ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണും. ഊരുകളിലേക്കുള്ള റോഡുകൾ അറ്റകുറ്റപ്പണി ചെയ്യുമെന്നും വഴിവിളക്കുകൾ നിർമ്മിക്കുമെന്നും ഊരു നിവാസികളുടെ ആവശ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു. മുളയുടെ കുറവ് മൂലം ചെങ്ങാടങ്ങൾ നിർമ്മിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ മത്സ്യബന്ധന EDCകൾക്ക് ഫൈബർ ബോട്ട് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ്, അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ പ്രമോദ് G കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ്, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ PP പ്രമോദ, DFO ലക്ഷ്മി, കോഴിമല രാജാവ് രാമൻ രാജമന്നാൻ, നാട്ടുമന്നാൻ കാണിരാമൻ, R ഷാജി, വിവിധ EDC പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. വ്യാജ ഐഡിയിലൂടെ പണം തട്ടുന്ന സംഘങ്ങൾ വ്യാപകമാവുന്നു. കഴിഞ്ഞ ദിവസമാണ് അസം സ്വദേശിയുടെ പക്കൽ നിന്നും 22,000 രൂപ നഷ്ടപ്പെട്ടത്.
തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ വ്യാജ ഐഡിയിൽ നിന്നും വാട്സാപ്പ് സന്ദേശം അയച്ചാണ് പണം തട്ടിയത്. കഴിഞ്ഞ 3-ാം തീയതിയാണ് ആസാം സ്വദേശി പ്രദീപ് കണ്ടു ലോനയുടെ മകൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ വ്യാജ ഐഡിയിൽ നിന്ന് ഹിന്ദിയിൽ വാട്സാപ്പ് സന്ദേശം എത്തിയത്. പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ തരപ്പെടുത്തി തരാമെന്ന് അറിയിക്കുകയും അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി 10 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചതായും പണം ലഭിക്കണമെങ്കിൽ 6000 രൂപ നൽകണമെന്നും സന്ദേശമെത്തി. പ്രദീപിനെ അറിയിക്കാതെ ഭാര്യയും മകനും ചേർന്ന് പണം നൽകുകയും ചെയ്തു. തുടർന്ന് വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ 6 തവണകളിലായി 22,000 രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. നമ്മൾ പാവപ്പെട്ടക്കാർക്ക് നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് എന്തോരം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ നിങ്ങളിലേക്ക് വേണ്ടി സഹായിക്കാം, പൈസ എല്ലാം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ മോനും വൈഫും പറഞ്ഞു നമ്മൾ വീട് ആസാം നമ്മൾ ഒരു ചെറിയ വീട്ടുണ്ടാക്കാൻ വേണ്ടി ഇവിടെ എനിക്ക് വീണ്ടും ഇവർ പണം ആവശ്യപ്പെടുകയാണ്. പ്രദീപ് കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു. സിറ്റി വിഷൻ കട്ടപ്പന. രാജക്കാട് ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ ചിങ്ങം 1-ന്റെ ഭാഗമായുള്ള കർഷക ദിനാചരണം 17-ന് രാവിലെ 10:30-ന് രാജാക്കാട് ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ നടക്കും. അഡ്വക്കേറ്റ് സേനാപതി വേണു MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ ചിങ്ങം 1-ന്റെ ഭാഗമായുള്ള കർഷക ദിനാചരണം 17-ന് രാവിലെ 10:30-ന് രാജാക്കാട് ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ നടക്കും. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം നിർവഹിച്ച പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജാക്കാട് പഞ്ചായത്തും കൃഷി വകുപ്പും ചേർന്ന് സംയുക്തമായി വലിയ വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 17-ാം തീയതി രാവിലെ 11 മണിക്ക് ദിവ്യജ്യോതി പാരിഷ് ഹാളിൽ ഉടുമ്പൻചോലയുടെ ബഹുമാന്യായ MLA സേനാപതി വേണു സാറ് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ആ വേദിയിൽ മികച്ച 14 കർഷകരെ ആദരിക്കപ്പെടുന്നതും അതോടൊപ്പം ജില്ലയിലേക്ക് സെലക്ഷൻ ചെയ്യപ്പെട്ട 2 കർഷകരും ഒരു കുട്ടി കർഷകനെയും ആദരിക്കുന്നുണ്ട്. പഞ്ചായത്തിലെ 14 വാർഡുകളിലെ മികച്ച ഒരു കർഷകനെയും പഞ്ചായത്തിലെ മികച്ച ഒരു കുട്ടി കർഷകനെയും പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള നേട്ടം കൈവരിച്ച ജില്ലയിലേക്ക് സെലക്ഷൻ ലഭിച്ച 2 കർഷകരെയുമാണ് ചടങ്ങിൽ ആദരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൃഷി ഓഫീസർ BS ഇന്ദുലേഖ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് PK ബിജോയി നന്ദിയും രേഖപ്പെടുത്തും. വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട്, ജില്ലാ പഞ്ചായത്ത് അംഗം G ശങ്കർകുമാർ, മിനി ബേബി, TK സുജിത്, സന്ധ്യ ബൈജു, വിപിൻ C അഗസ്റ്റിൻ, P രാജാറാം, ജോഷി കന്യാക്കുഴി, സാജു എബ്രഹാം, ഡിജി സന്തോഷ്, മാത്യു സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിക്കും. കിങ്ങിണി രാജേന്ദ്രൻ, BS ഇന്ദുലേഖ, ജോഷി കന്യാക്കുഴി, മിനി ബേബി, TK സുജിത്, സന്ധ്യ ബൈജു, സാജു പഴപ്പിളാക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജാക്കാട്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് പ്രഖ്യാപിച്ച 2025-ലെ കാർഷിക അവാർഡുമായി ബന്ധപ്പെട്ട് മികച്ച സ്പെഷ്യൽ സ്കൂളിനുള്ള സംസ്ഥാനതല അവാർഡ് മച്ചിപ്ലാവ് കാർമൽ ജ്യോതിക്ക് ലഭിച്ചു. സ്കൂളിലെ 190-ലധികം കുട്ടികൾ പ്രകൃതിയെ അറിഞ്ഞു നടത്തിയ മാതൃകാപരമായ കാർഷിക മുന്നേറ്റത്തിനാണ് അവാർഡ്. കാർഷിക വികസന കർമ്മക്ഷേമ വകുപ്പ് പ്രഖ്യാപിച്ച 2025-ലെ കാർഷിക അവാർഡുമായി ബന്ധപ്പെട്ട് മികച്ച സ്പെഷ്യൽ സ്കൂളുകളിലുള്ള സംസ്ഥാന അവാർഡ് മച്ചിപ്ലാവ് കാർമൽ ജ്യോതിക്ക് ലഭിച്ചു. 2025-ൽ മരച്ചീനി, വാഴ, ബീൻസ്, ചീര, പയർ, മത്തൻ, തക്കാളി തുടങ്ങി 15 ഇനം കൃഷിയിൽ നിന്നും 10,000-ലേറെ കിലോഗ്രാം ഉൽപാദനമാണ് കുട്ടികളുടെ അധ്വാനത്തിന്റെ ഫലമായി ലഭിച്ചത്. ശാസ്ത്രീയവും ആധുനികവുമായ ഹോർട്ടിക്കൾച്ചർ കൃഷിരീതിയാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് അധ്യാപിക പറയുന്നു. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ നിരന്തരം പരിശീലനത്തിലൂടെ കൃഷി, മൃഗസംരക്ഷണം ഇവയ്ക്ക് വളരെയധികം ഊന്നൽ കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യാപകരുടെ നേതൃത്വത്തിൽ നൽകിയ പരിശീലനവും കഠിനാധ്വാനവും കഠിന പ്രയത്നത്തിന്റെ എല്ലാം ഒരു അംഗീകാരം തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾ, മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അധ്യാപകരുടെ നേതൃത്വത്തിൽ നിരവധി കൃഷികളാണ് ഇവിടെ ചെയ്തത്. പ്രതികൂല കാലാവസ്ഥയെ മറികടക്കുന്നതിന് റെയിൻ ഷെൽട്ടർ നിർമ്മിച്ച കാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി തുടങ്ങിയ കൃഷികൾ വിജയകരമായി പരിപാലിക്കുന്നുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും കൃഷിപ്പണിയിലൂടെ കുട്ടികൾക്ക് സ്വന്തമായി വരുമാന മാർഗവും ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജി ജോസിന്റെ നേതൃത്വത്തിലാണ് അധ്യാപകരും കുട്ടികളും ചേരുന്ന കൂട്ടായ്മയിൽ കൃഷി ജോലികൾ നടത്തിവരുന്നത്. സിറ്റി വിഷൻ അടിമാലി.
രാജകുമാരി ഗ്രാമപഞ്ചായത്ത് വിവിധ സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങൾ, ക്ലബ്ബുകൾ, വ്യാപാരി സംഘടനകൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ റാലിയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് വിവിധ സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങൾ, ക്ലബ്ബുകൾ, വ്യാപാര സംഘടനകൾ, സ്കൂളുകൾ, കോളേജ് എന്നിവയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് 15-ന് രാജകുമാരിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ റാലിയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന ഭാരവാഹികളായ എം ഈശ്വരൻ, ബോസ് പി മാത്യു, ഡെയ്സി ജോയി, MN ഹരിക്കുട്ടൻ, റോയി അമ്പഴച്ചാൽ, അബീഷ് ഐസക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സഹോദരന്മാരെ, നമുക്ക് കടന്ന 15 വർഷമായിട്ടും രാജകുമാരി പഞ്ചായത്തിൽ സ്വാതന്ത്ര്യദിനം വളരെ ഭംഗിയായിട്ടും കാര്യമായിട്ടും ഞങ്ങൾ നടത്തി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം നമുക്ക് ഇച്ചിരി മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് സ്വാതന്ത്ര്യദിനം നടത്താൻ നമുക്ക് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ സംഘാടക സമിതി, നമ്മുടെ സ്കൂള്, കോളേജ്, കുടുംബശ്രീകൾ, സംഘങ്ങൾ, അങ്ങനെ എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ സമൂഹത്തിലും നമ്മുടെ ആൾക്കാരെല്ലാവരും കൂടെ കൂട്ടി നമുക്ക് ഈ പ്രാവശ്യം വൻ വിജയമായിട്ട് നമുക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ റാലിയിൽ സ്വാതന്ത്ര്യദിന സന്ദേശം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എം ഈശ്വരനാണ്. അതോടൊപ്പം സ്വാതന്ത്ര്യദിന സന്ദേശം കൊടുക്കുന്നത് പ്രൊഫസർ ഡോക്ടർ സാംസൺ തോമസ്, ഡീൻ ഓഫ് മരിയൻ കോളേജ് കുട്ടിക്കാനം, മോട്ടിവേഷൻ സ്പീക്കറാണ്. അതുപോലെ മുഴുവൻ ജനപ്രതിനിധികളും, വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളും, അതുപോലെ CDS ADS സംഘങ്ങളും, അതുപോലെ 80ാമത് ദിനത്തോടുകൂടി 80 പേര് ഫ്ലാഗ് പിടിച്ച് മുൻനിരയിൽ നിന്ന് റാലിയെ നയിക്കുന്നതാണ്. റാലിയിൽ അണിനിരക്കുന്ന മികച്ച സ്കൂളുകളിൽ മികച്ച കുടുംബശ്രീ, മികച്ച സ്വയം സഹായ സംഘം, മികച്ച സ്ഥാപനം, വാഹനാലങ്കാരം, നിശ്ചല ദൃശ്യം എന്നിവയ്ക്ക് ട്രോഫിയും ക്യാഷ് അവാർഡുകളും നൽകും. പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ആദരിക്കും. രാവിലെ 9-ന് പഞ്ചായത്ത് അങ്കണത്തിൽ ദേശീയ പതാക ഉയർത്തി 9:15-ന് മോൺഫോർട്ട് സ്കൂളിൽ നിന്നും ആരംഭിക്കുന്ന വാഹന വിളംബര റാലി അജേഷ് മുകുളേൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. 10-ന് ഹോളി ക്യൂൻസ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന സ്വാതന്ത്ര്യദിന റാലി MN ഹരിക്കുട്ടൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. 11-ന് മോൺഫോർട്ട് സ്കൂൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബ്. തുടർന്ന് ദേവമാതാപ്പടിയിൽ തയ്യാറാക്കിയ സ്റ്റേജിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെയ്സി ജോയി അധ്യക്ഷത വഹിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് M ഈശ്വരൻ ഉദ്ഘാടനം നിർവഹിക്കും. കുട്ടിക്കാനം മരിയൻ കോളേജ് ഡീൻ ഡോക്ടർ സാംസൺ തോമസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ G ശങ്കർകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജനറൽ കൺവീനർ ബോസ് പി മാത്യു സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി I അബീഷ് നന്ദിയും രേഖപ്പെടുത്തും. KJ സിജു, വിമലാദേവി മോഹൻ, VV ജോഷി, P രാജാറാം, നിഷ ജോർജ, രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിക്കും. തുടർന്ന് കുട്ടികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും നടത്തപ്പെടും. സിറ്റി വിഷൻ, രാജകുമാരി. ഇടവേള. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗോസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ് സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്,
nursing services, patient observation unit, palliative caring, diagnosing and treatment തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. BMS രാജാക്കാട് മേഖലാ സമ്മേളനം ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാജാക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് MP റജികുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഭാരതീയ മസ്ദൂർ സംഘം രാജാക്കാട് മേഖലാ പ്രതിനിധി സമ്മേളനം ആഗസ്റ്റ് 16 ഞായറാഴ്ച രാജാക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജാക്കാട്, രാജകുമാരി, സേനാപതി, വൈസൺമാലി, ശാന്തൻപാറ തുടങ്ങിയ 5 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് രാജാക്കാട് മേഖല. ഇടുക്കി ജില്ലാ എസ്റ്റേറ്റ് മസ്ദൂർ സംഘം, നിർമ്മാണ തൊഴിലാളി സംഘം, മോട്ടോർ മസ്ദൂർ സംഘം, തയ്യൽ തൊഴിലാളി സംഘം, തൊഴിലുറപ്പ് മസ്ദൂർ സംഘം, അസംഘടിത തൊഴിലാളി മസ്ദൂർ സംഘം തുടങ്ങിയ യൂണിയനുകളിലെ പ്രതിനിധീകരിച്ച 250 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. രാവിലെ 9:30 രാജാക്കാട് BMS കാര്യാലയത്തിൽ പതാക ഉയർത്തിയ ശേഷം പ്രകടനമായി രാജാക്കാട് വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരും. തുടർന്ന് നടക്കുന്ന സമ്മേളനം BMS ജില്ലാ പ്രസിഡന്റ് MP റജികുമാർ ഉദ്ഘാടനം ചെയ്യും. ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ BMS രാജാക്കാട് മേഖലാ പ്രതിനിധി സമ്മേളനം ഈ ഓഗസ്റ്റ് മാസം 16 10 മണിക്ക് രാജാക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. സമ്മേളനം ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ MP റജികുമാർ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ BMSന്റെ ജില്ലാ സെക്രട്ടറി KC സിനീഷ് കുമാർ, BMS സംസ്ഥാന സമിതി അംഗം VN രവീന്ദ്രൻ, അതുപോലെ തന്നെ മേഖലാ പ്രസിഡന്റ് KP പാൽരാജ്, മേഖലാ സെക്രട്ടറി PT ബാബു, അനിൽ വാഴാട്ട് തുടങ്ങിയ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ജില്ലാ സെക്രട്ടറി KC സനീഷ് കുമാർ, ദേശീയ സമിതി അംഗം NB ശശിധരൻ, സംസ്ഥാന സമിതി അംഗം VN രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിക്കും. വാർത്താ സമ്മേളനത്തിൽ NB ശശിധരൻ, P പാൽരാജ്, PT ബാബു, അനിൽ വാഴാട്ട് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ജില്ലയിൽ സ്റ്റോറുകളിൽ ഏലക്കായുടെ ഉണക്കുകൂലി കിലോഗ്രാമിന് 13 രൂപയായി വർദ്ധിപ്പിച്ചതായി കാർഡമൺ ഡ്രയർ ഓണേഴ്സ് അസോസിയേഷൻ. തൊഴിലാളികളുടെ കൂലി, വൈദ്യുതി ചാർജ് എന്നിവയുടെ വർധനയും വിറകിന്റെയും ബ്രിക്കറ്റിന്റെയും വിലവർധനവും കണക്കിലെടുത്താണ് 1 രൂപ വർദ്ധിപ്പിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2020 ജൂൺ മുതൽ 12 രൂപയായിരുന്നു
ഏലക്ക ഉണക്കുന്നതിന് വാങ്ങിയിരുന്നത്. ജില്ലയിലെ ഏലം കർഷകരുടെയും ഏലക്ക സംസ്കരണ മേഖലയിലെ പ്രതിസന്ധിയിലാണ്. തൊഴിലാളികളുടെ ക്ഷാമവും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതാക്കുറവും സ്റ്റോറുകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തരത്തിലും മേലാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ സീസണിൽ 2020 ജൂൺ 15 നമ്മൾ 12 രൂപ നിലയ്ക്ക് നിജപ്പെടുത്തിയിരുന്നു ഒരു കിലോ ഏലക്ക ഉണങ്ങുന്നതിന്. അത് നമ്മൾ 1 രൂപയോടെ കൂട്ടിക്കൊണ്ട് 13 എന്ന നിലയ്ക്ക് ഈ സീസണിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് എല്ലാ കർഷക സുഹൃത്തുക്കളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KT ദീപു, ജില്ലാ സെക്രട്ടറി VP സന്തോഷ, തോമസ് കപ്പിലാമൂട്ടിൽ, ജിമ്മി മാരൂർ, MR ദിലീപ, ജോമോൻ കളത്തിൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ കട്ടപ്പന. കുഞ്ചിത്തണ്ണി യൂത്ത് കെയർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴയിൽ കലുങ്കിലും ഓടയിലും ഒഴുകിപ്പോകാതെ തടഞ്ഞു നിന്ന മണ്ണും ചെളിയും നീക്കം ചെയ്തു. ഇന്നലെ വൈകുന്നേരമാണ് പ്രദേശത്ത് യൂത്ത് കെയർ പ്രവർത്തകർ കുഞ്ചിത്തണ്ണി ഫെഡറൽ ബാങ്കിന് താഴെയുള്ള ഭാഗത്തെ ഓടകളും കലുങ്കും വൃത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കുഞ്ചിത്തണ്ണി ടൗണിന് മുകൾ ഭാഗത്തു നിന്നും മഴവെള്ളത്തിൽ ഒലിച്ചിറങ്ങിയ ചെളിയും മണ്ണും നീക്കം ചെയ്തു. കുഞ്ചിത്തണ്ണി ഫെഡറൽ ബാങ്കിന് താഴ്വശത്തായി റോഡിനോട് ചേർന്ന ഭാഗത്താണ് ചെളിയും മണ്ണും അടഞ്ഞ ഓടകളിലൂടെ ഒഴുകേണ്ട വെള്ളം റോഡിലേക്ക് ഒഴുകിയത്. ഇതോടെ കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കെയർ പ്രവർത്തകർ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും നീക്കം ചെയ്ത മഴവെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കിയത്. ഈ മഴക്കാലത്ത് കുഞ്ചിത്തണ്ണി സിറ്റിയിൽ നിന്ന് ഒഴുകി വരുന്ന മണ്ണും ചെളിയും അടക്കം നമ്മുടെ ജോൺസൺ ആശുപത്രിയുടെ താഴെയായിട്ടുള്ള കലുങ്കിൽ അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ വ്യാപാരികൾ നമ്മോട് പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് യൂത്ത് കെയർ പ്രവർത്തകർ ഇന്ന് ഈ ഓട ക്ലീൻ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് നടന്നിരിക്കുന്നത്. ഗുണശേഖരൻ, ടോണി ബേബി, ടോം ജോ ജോസഫ, ഷോബിൻ ബൈജു, ബെൻസൺ ബേബി എന്നിവരുടെ നേതൃത്വത്തിൽ ഓടകളും കലുങ്കുകളും വൃത്തിയാക്കിയത്. സിറ്റി വിഷൻ കുഞ്ചിത്തണ്ണി. വിശുദ്ധ ഫിലോമിനയുടെ നാമധേയത്തിലുള്ള ഉപ്പുതല സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിശുദ്ധ ഫിലോമിനയുടെ തിരുനാൾ ആഘോഷിച്ചു. സ്കൂളിൽ നടന്ന പ്രത്യേക അസംബ്ലിയിൽ സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്ലാക്കൽ തിരുനാൾ സന്ദേശം നൽകി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഹെമിക് ടോം അധ്യക്ഷയായി. PTA പ്രസിഡന്റ് ടോമി മുക്കാലിയിൽ, വൈസ് പ്രസിഡന്റ് ഷിജോ ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിലെ മികച്ച ഹൈസ്കൂളിന് ഡീൻ കുര്യാക്കോസ് MPയുടെ പുരസ്കാരം ഹൈസ്കൂൾ അധ്യാപകർ ചേർന്ന് ഏറ്റുവാങ്ങി. കാഞ്ഞിരപ്പള്ളി കോ ഓപ്പറേറ്റീവിൽ മികച്ച UP സ്കൂളായി തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ട്രോഫി UP സ്കൂൾ അധ്യാപകരും ഏറ്റുവാങ്ങി. വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. തിരുനാളിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി പ്രത്യേക വിരുന്നും ഒരുക്കിയിരുന്നു. അധ്യാപകരും PTA അംഗങ്ങളും പരിപാടിക്ക് നേതൃത്വം നൽകി. ഈ സ്കൂള് സെന്റ് ഫിലോമിനായുടെ പേരിൽ അറിയപ്പെടുന്ന ഈ വിദ്യാലയം തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ വിശുദ്ധയുടെ ചരിത്രം നമ്മൾ കേട്ടു. നമ്മളുടെ ഇതേ പ്രായത്തിൽ ജീവിതം ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച ഒരു വിശുദ്ധയായ നിർമ്മലയായ പെൺകുട്ടിയാണ് വിശുദ്ധ ഫിലോമിന. അതുകൊണ്ട് തന്നെ ആ ഫിലോമിനായുടെ നാമത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ സ്കൂളിലെ വിദ്യാർത്ഥികളായി നമുക്ക് ജീവിതത്തിന് വലിയ പ്രചോദനമായി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,195 രൂപ, പവന് 1,13,560 രൂപ, വെള്ളി ഗ്രാമിന് 260 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ഭവന പദ്ധതികളുടെ നിർമ്മാണം നിലച്ചിട്ട് 6 മാസം പിന്നിടുന്നു. ഇന്ന് കർക്കടക വാവ്. പിതൃക്കളുടെ മോക്ഷത്തിനായി ബലിതർപ്പണം നടത്തി ഹിന്ദുമത വിശ്വാസികൾ.
മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും വനപരിപാലനത്തിനും ആദിവാസി സമൂഹത്തെ ഉപയോഗപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വ്യാജ ഐഡിയിലൂടെ പണം തട്ടുന്ന സംഘങ്ങൾ വ്യാപകമാവുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.